ആ സമയത്ത് നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹിച്ചൊക്കെ മുടങ്ങി പോകുന്നതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോട് ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഇതാണ് സീക്വൻസ്, ഇങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ശ്രമിക്കുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ് ദൈവാനുഗ്രഹിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്, അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്ന ഒരു മൂവിയാണ്, വളരെ മനോഹരമായ ഒരു സിനിമയാണ്. അതും ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വലിയൊരു ഇത് ആയില്ല. അപ്പോൾ ചേട്ടൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പോൾ എന്താണ് അങ്ങനെ അത് തിയേറ്റർ റെസ്പോൺസ് കിട്ടാതെ? അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഓരോ സിനിമയ്ക്കും ഒരു വിധിയുണ്ട്. അതിന് പല കാരണങ്ങളാവാം. ഒരുപക്ഷെ അത്രയധികം വലിയ ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് ശ്രദ്ധിക്കാതെ പോകുന്നത്. അത് പിന്നീട് യൂട്യൂബിൽ എനിക്ക് വന്നൊരു 1.25 കോടിയോളം പേരാണ് യൂട്യൂബിൽ ഇപ്പം സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡയറക്ടറുടെ അടുത്ത പടത്തിന് അതിൻ്റെ ഒരു വാല്യൂ അതിന് അടുത്ത പടത്തിന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഡയറക്ടറുടെ അജിത്ത് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം അടുത്ത പടത്തിൻ്റെ ആലോചനയിലൊക്കെയാണ്. അപ്പോൾ